അമേരിക്കൻ ജനാധിപത്യത്തിന്റെ പരമോന്നത വേദിയായ ക്യാപിറ്റോൾ ഹില്ലിൽ ചാരസംഘടനയായ CIA കറുത്ത അധ്യായങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് കടുത്ത വാദപ്രതിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. US പ്രതിനിധി സഭയുടെ ഓവർസൈറ്റ് കമ്മിറ്റിക്ക് മുന്നിൽ നടന്ന ഹിയറിംഗ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ഭീതിജനകമായ ഒരു രഹസ്യ പദ്ധതിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വീണ്ടും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തങ്ങളുടെ കറുത്ത ഭൂതകാലത്തെ മൂടിവെക്കാൻ CIA നിരന്തരം ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമായി നിലനിൽക്കെയാണ് ജനപ്രതിനിധിയായ അന്ന പൗലീന ലൂണയുടെ നേതൃത്വത്തിൽ ഉയർന്ന കടുത്ത ചോദ്യങ്ങൾ വാഷിംഗ്ടണിനെ പ്രകമ്പനം കൊള്ളിച്ചിരിക്കുന്നത്. ശീതയുദ്ധകാലത്ത് അമേരിക്കൻ പൗരന്മാർക്കുമേൽ ചാരസംഘടന രഹസ്യമായി നടത്തിയ MK അൾട്ര എന്ന ക്രൂരമായ മസ്തിഷ്ക നിയന്ത്രണ പരീക്ഷണങ്ങളെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുതിയ തലത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ വിവാദ പദ്ധതിയുടെ ഭാഗമായി മനുഷ്യത്വരഹിതമായ പെരുമാറ്റ പരീക്ഷണങ്ങൾക്കും മാരകമായ മരുന്നുകളുടെ പ്രയോഗങ്ങൾക്കുമായി CIA ലക്ഷക്കണക്കിന് ഡോളർ ഒഴുക്കിയെന്ന പുതിയ തെളിവുകളാണ് സമിതിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ടത്. പ്രതിനിധി സഭയിലെ പ്രമുഖ അംഗമായ അന്ന പൗലീന ലൂണയാണ് ഹിയറിംഗിൽ CIAക്കെതിരെ ഏറ്റവും ശക്തമായ കടന്നാക്രമണം നടത്തിയത്. പരീക്ഷണങ്ങളുടെ ഭാഗമായി 3.25 ലക്ഷത്തിലധികം ഡോളർ ചിലവഴിച്ചുകൊണ്ട് കടുത്ത മസ്തിഷ്ക നിയന്ത്രണ പ്രക്രിയകൾക്കും മനുഷ്യജീവന് തന്നെ ഭീഷണിയായ പരീക്ഷണങ്ങൾക്കും CIA ഫണ്ട് നൽകിയതായി ലൂണ രേഖകൾ സഹിതം ആരോപിച്ചു. തങ്ങളുടെ അധികാര പരിധികൾ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചാരസംഘടനകൾ രാജ്യത്തെ ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്ന് ലൂണ ശക്തമായ ഭാഷയിൽ ഓർമ്മിപ്പിച്ചു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കറുത്ത രഹസ്യങ്ങളുടെ ബാക്കി പത്രങ്ങൾ ഇനിയെങ്കിലും പുറത്തു കൊണ്ടുവരണമെന്നും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും അടിയന്തരമായി ഡീക്ലാസിഫൈ ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഹിയറിംഗിൽ ഹാജരായ സാക്ഷികളെയും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികൾ കടുത്ത ചോദ്യം ചെയ്യലിന് വിധേയമാക്കി. ശീതയുദ്ധകാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ഭീഷണിയെ ചെറുക്കാനെന്ന വ്യാജേനയാണ് CIA ഇത്തരത്തിൽ ഭീകരമായ മനുഷ്യ പരീക്ഷണങ്ങൾക്ക് തുടക്കമിട്ടത്. എന്നാൽ ശത്രുക്കളെ നേരിടുന്നതിന് പകരം സ്വന്തം രാജ്യത്തെ സാധാരണക്കാരായ പൗരന്മാരെയും തടവുകാരെയും മാനസിക രോഗികളെയും പോലും CIA ക്രൂരമായ പരീക്ഷണങ്ങൾക്ക് ഇരയാക്കുകയാണ് ഉണ്ടായത് എന്ന് സാക്ഷിമൊഴികളിലൂടെ വ്യക്തമായി. CIA ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയും മനുഷ്യാവകാശ ലംഘനവുമായി കണക്കാക്കപ്പെടുന്ന MK അൾട്ര പദ്ധതിയിൽ LSD പോലുള്ള മാരക മയക്കുമരുന്നുകളാണ് പൗരന്മാരിൽ ഉപയോഗിച്ചിരുന്നത്. മനുഷ്യന്റെ ബോധമനസ്സിനെ പൂർണ്ണമായും ഇല്ലാതാക്കി അവരെ കളിപ്പാവകളാക്കി മാറ്റാനും ചോദ്യം ചെയ്യലുകളിൽ രഹസ്യങ്ങൾ ചോർത്താനും വേണ്ടിയാണ് ഈ മരുന്നുകൾ ഉപയോഗിച്ചിരുന്നത്. ഭരണകൂടത്തിന്റെ പരമരഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ CIA ഉന്നത ഉദ്യോഗസ്ഥർ വർഷങ്ങളായി കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. മുൻപ് ഈ പദ്ധതിയെക്കുറിച്ച് ചില അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ വ്യാപ്തി എത്രത്തോളമാണെന്ന് കൃത്യമായി കണക്കാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും അവശേഷിക്കുന്ന രേഖകളിൽ നിന്നും സാക്ഷിമൊഴികളിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കാൻ പോന്നതാണ്. ഈ പരീക്ഷണങ്ങൾക്കിരയായി എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ച് ഇപ്പോഴും കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. ക്യാപിറ്റോൾ ഹില്ലിൽ നടന്ന ഈ നാടകീയമായ രംഗങ്ങൾ രാജ്യത്തെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. CIA പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തകർക്കുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ദേശീയ സുരക്ഷയുടെ പേരിൽ രാജ്യത്തെ നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും കാറ്റിൽ പറത്താൻ ചാരസംഘടനകളെ അനുവദിക്കരുത് എന്ന നിലപാടിലാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഭൂരിഭാഗം അംഗങ്ങളും. ഈ ഹിയറിംഗ് വഴി MK അൾട്രയുടെ കറുത്ത പാരമ്പര്യം വീണ്ടും ജനശ്രദ്ധയിലേക്ക് വരുമ്പോൾ അത് നിലവിലെ ഇന്റലിജൻസ് ഏജൻസികളുടെ പ്രവർത്തനങ്ങൾക്കും വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സാങ്കേതിക വിദ്യ ഇത്രയധികം വളർന്ന ആധുനിക കാലഘട്ടത്തിലും സമാനമായ രീതിയിലുള്ള ഡിജിറ്റൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന ഭീതിയും പൗരന്മാർക്കിടയിൽ ശക്തമാണ്. അമേരിക്കൻ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയുടെ രഹസ്യ സ്വഭാവത്തെയും ഇത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെയും കുറിച്ച് റിഫാത്ത് ജാവേദ് ഉൾപ്പെടെയുള്ള പ്രമുഖ അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ കടുത്ത ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. ഇത്തരം ഏജൻസികൾക്ക് മേൽ പാർലമെന്ററി മേൽനോട്ടം ശക്തമാക്കാത്ത പക്ഷം ഭരണം ജനങ്ങളുടേതല്ല, മറിച്ച് ഈ ചാരസംഘടനകളുടേതായി മാറുമെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിർണായക രേഖകൾ പുറത്തുവിടാൻ CIA നിർബന്ധിതരാക്കുമെന്നാണ് സൂചന. അന്ന പൗലീന ലൂണിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ നീക്കം പാതി വഴിയിൽ ഉപേക്ഷിക്കില്ലെന്നും അവസാനത്തെ ഫയല് വരെ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുന്നത് വരെ പോരാട്ടം തുടരുമെന്നും സമിതി അംഗങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാപിറ്റോൾ ഹില്ലിൽ നടന്നത് കേവലം ഒരു സാധാരണ ഹിയറിംഗ് അല്ല,
മറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിന്റെ അന്തർധാരകളെ ഉലയ്ക്കാൻ പോന്ന വലിയൊരു വെളിപ്പെടുത്തലാണ്. സ്വന്തം ജനങ്ങളെ തന്നെ ശത്രുക്കളായി കണ്ട് പരീക്ഷണം നടത്തിയ CIA ക്രൂരമായ മുഖം ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണിലെ രാഷ്ട്രീയ ഇടനാഴികളിൽ ഈ വിഷയം കടുത്ത കൊടുങ്കാറ്റുകൾ ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.